മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ രഹസ്യങ്ങൾ ശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ നിങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും നീയാണ് മോക്ഷവും
സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു വീണ്ടും നടുവേർപ്പെട്ടുകൊണ്ട് സ്വകുടിയിൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചു. യേശു പറഞ്ഞു, കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവരോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു വരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. യേശുക്രിസ്തുവിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ പ്രിയ സുഹൃത്തുക്കളെ, സഹാവൈദികരെ, തിരുസഭ സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ, ആ വലിയ ആഘോഷം ാണ്. ഇന്നലെ സകല വിശുദ്ധരുടെയും തിരുനാളായിരുന്നു. തീർച്ചയായിട്ടും 1-2 ദിവസങ്ങളിൽ ഈ 2 പ്രത്യേക ഓർമ്മകൾ വെച്ചതിൻ്റെ പിന്നിൽ വലിയ സത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗം, പ്രദോസ്കാർ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 35 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവരുടെയും അവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പൗലോസ്ലീഹായുടെ വ്യക്തമായിട്ടുള്ള ദൈവിക രഹസ്യം, ദൈവശാസ്ത്ര പ്രബോധനം, അത് നമ്മൾ വായിച്ചു കേട്ടു. മുഴുവൻ വായിച്ചില്ല. ബാബുവച്ചന്റെ കർശനമായ നിർദ്ദേശം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം സമയക്രമം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ഈ മൊബൈലിലൊക്കെ ബൈബിൾ ആപ്പുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതാഴൊക്കെ കഴിഞ്ഞിട്ട് 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. 2000 വർഷത്തെ നമ്മുടെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തില് നിങ്ങൾക്കറിയാവോ എന്നറിയത്തില്ല, ചില സന്യാസ സഭകൾ സഭയിലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള സന്യാസികൾ 3 വ്രതങ്ങളാണ് എടുക്കുക: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. എന്നാൽ പെക്യൂലിയർ ആയിട്ടുള്ള, വളരെ സവിശേഷാത്മകമായിട്ടുള്ള മറ്റൊരു വ്രതം എടുക്കുന്ന പുരുഷന്മാരുടെ സന്യാസ സഭകൾ സഭയുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പെർപെച്വൽ സൈലൻസ് ആണ്. നിരന്തരമായിട്ടുള്ള നിശബ്ദത 4ാമത്തെ വ്രതമായിട്ട് എടുക്കുന്ന സന്യാസ സഭകൾ ഉണ്ടായിരുന്നു. അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഒന്നേറെ പരസ്പരം കാണുമ്പോൾ വിളിച്ച് ആചാരം ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മുട്ടുകുത്തി അവരുടെ മുന്നിൽ ആചാരം ചെയ്യുന്നതിൽ അവർക്ക് പറയാൻ പറ്റുന്ന ഏക ഒരു വാക്യം, അത് ലത്തീനില് ഇങ്ങനെയാണ്: മെമെന്റോ മോറി. മെമെന്റോ മോറി. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്തിരുന്ന ഏക പദപ്രയോഗം, നാവുകൊണ്ട് അവർ പറഞ്ഞിരുന്നത് ഇതാണ്: മെമെന്റോ മോറി. അർത്ഥം ഇത്രയേ ഉള്ളൂ: റിമെമ്പർ ടു ഡൈ, or remember that you have to die. ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെ ഓർമ്മ ആചരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ദേവാലയത്തിലെ ഓർമ്മയായിട്ട് മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയും ഓർമ്മകൾ നമുക്ക് ശേഷമുള്ള നമ്മുടെ തലമുറ അങ്ങനെ ദേവാലയത്തിൽ ആഘോഷിക്കും. നമ്മൾ ഓർമ്മിക്കപ്പെടും.
മരിക്കപ്പെടും എന്ന വലിയ ഒരു ദൈവശാസ്ത്ര രഹസ്യം ഇന്ന് ഈ സകല മരിച്ച വിശ്വാസികളുടെ ഓർമ്മയെ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് പ്ലേറ്റോ എന്ന് പറയുന്ന ഗ്രീസിലെ വലിയ തത്വചിന്തകൻ, അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സോക്രട്ടീസിന്റെ മരണത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: The whole philosophy is nothing but facing death with living dying. ഇങ്ങനെ ജീവിച്ച് മരിച്ച് മരിച്ച് ഇങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതത്തിന്റെ മുഴുവൻ തത്വശാസ്ത്രം എന്ന് പ്ലേറ്റോയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ മരണത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ മതവിശ്വാസികൾക്കും, എല്ലാ ദൈവശാസ്ത്രത്തിലും, എല്ലാ തത്വശാസ്ത്രത്തിന്റെയും ഭാഗമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ ദിവസം അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ ദൈവത്തോട് ചേർന്നില്ലേ? സാധാരണ മരിച്ചവർക്കൊക്കെ പ്രസംഗം പറയുമ്പോൾ ദൈവപിതാവിന്റെ ആ വിരിമാറിലേക്ക് അമർന്നു ചേർന്നു എന്നാണ് പറയുക. ദൈവത്തിന്റെ വിരിമാറിലേക്ക് അമർന്ന് ചേർക്കപ്പെട്ടു മരണത്തിലൂടെ. അപ്പൊ ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ഈ പറയുന്നത് നമ്മളാരും കണ്ടുപിടിച്ചതല്ല. പഴയ നിയമ പാരമ്പര്യം മുതൽ മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ വ്യക്തമായിട്ടുള്ള സൂചന കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉപവാസം എടുത്തും പ്രാർത്ഥന നടത്തി ദർഭദാനം നടത്തി നമ്മളിൽ നിന്ന് മരിച്ചുപോയ പൊറുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പഴയ നിയമ ഗ്രന്ഥത്തിന്റെ പാരമ്പര്യം മുതൽ പുതിയ നിയമത്തിലെ ആദിമ സഭയുടെ പാരമ്പര്യം മുതൽ ഇന്ന് വരെ അത് ഏറ്റവും സജീവമായിട്ട് സഭയിൽ നിലനിർത്തിക്കൊണ്ടുപോരുന്ന ഒരു പാരമ്പര്യം കൂടിയാണ്. ഇനി കുറച്ചുകൂടെ ജീവത്തായിട്ടുള്ള ഒരു കാരണം എന്തുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ പൂർവികരുടെ നന്മയുടെയും സൽപ്രവർത്തികളുടെയും ഫലമാണ്. അതുകൊണ്ട് അവരെ ഓർത്തെടുക്കാൻ, ഓർമ്മിക്കാൻ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട് എന്ന വലിയൊരു സത്യം. അപ്പൊ അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മരിച്ചവരെ നമ്മൾ ഓർക്കണം. ഏറ്റവും വിശിഷ്ടമായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ അവരുടെ ശ്രേഷ്ഠതയുടെ ഫലമാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ശ്രേഷ്ഠതകളൊക്കെ എന്നുള്ള വലിയ ഒരു ആത്മീയ പാഠം. ഇനി ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത് എന്നതാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നില്ല. അധികം വൈകാതെ നമ്മൾ അതിന്റെ ഉത്തരം നമ്മൾ പ്രഘോഷിക്കും നമ്മുടെ വിശ്വാസ പ്രമാണത്തില്. ആർക്കെങ്കിലും പറയാം, 12 വിശ്വാസ സത്യങ്ങൾ നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. 12 വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാമോ, ഈ മരിച്ചവരെ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മരിച്ചവരുടെ ഉയർപ്പ് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആരെ പുണ്യവാന്മാർ? വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച കാർലോസ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിക്കപ്പെട്ട 7 വിശുദ്ധന്മാരാണോ? സൗത്യാനോസ് ആണോ? അന്തോണീസ് ആണോ? യൂദാ തദേവോസ് ആണോ? നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട് മരണത്തിലൂടെ. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുണ്യവാന്മാരുടെ ഐക്യം, ഈ പുണ്യവാന്മാരുടെ സഭ വാഴ്ത്തപ്പെട്ടവരായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചവർ മാത്രമല്ല വിശുദ്ധൻ എന്ന് പറയുന്നത്. ആദിമ സഭയില് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേരാ സെയിൻസ്, വിശുദ്ധ പുണ്യാത്മാക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം ആദിമ സഭയിലെ അംഗങ്ങളായിട്ട് ഈ ഈശോയുടെ ഉത്ഥാന രഹസ്യത്തിൽ പങ്കുചേർന്നവരായിട്ട് കടന്നു വന്ന എല്ലാവരുടെയും
എന്ന വലിയ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ, ആ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ പൂർവികരെ കടന്നുപോയി, ഇനി നമ്മളും കടന്നു പോകേണ്ടവരായി. കടന്നുപോകലൊക്കെ ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് ഞാൻ ചേർക്കപ്പെടുന്നു എന്ന വലിയ പ്രതീക്ഷ, വലിയ ആത്മബോധം, ഇത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്കാവട്ടെ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് ചേർക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം അതായിരിക്കട്ടെ, ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആ ദിനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടാവുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇത് മനസ്സിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കണം. സ്വർഗമുണ്ട്, സംശയം, ഒരു സംശയം വേണ്ട, സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലെ, സ്വർഗം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയൊക്കെ നിങ്ങൾ ഒരു മറു നാട്ടിൽ വന്നിട്ട് ഇതുപോലെ കഷ്ടാനുഭവങ്ങൾ സഹിച്ച് ഇന്ന് ഈ ദേവാലയത്തിൽ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരാൻ സ്വർഗമുണ്ട്, ഒരു സംശയം വേണ്ട. ആ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മുടെ അപ്പായാണ്. മറക്കരുത്. എനിക്കൊരു അപ്പായുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പനെയാണ് എന്റെ കാത്തിരിപ്പ് മുഴുവൻ, അപ്പനാണ് എന്റെ പ്രതീക്ഷ മുഴുവൻ. ആ അപ്പൻ, ആ അപ്പ സ്നേഹമാണ്. ഈ ഒരു വലിയ വിശ്വാസ സത്യം, ഈ വലിയ പ്രതീക്ഷ, ഈ പ്രത്യാശ, ഈ കാത്തിരിപ്പ്, ഈ ആത്മബോധം ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ട ആത്മബോധം ഇത്രയുള്ളൂ. സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ അപ്പനാണ്, അപ്പൻ സ്നേഹമാണ്. ഇത് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള താഴ്ത്തിലാണ് നമ്മൾ. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അതൊരുത്തിലാണ്. മറക്കാതിരിക്കാൻ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടെ കൂടെ നിന്ന് കർത്താവെ അങ്ങയോട് യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും മരണവഴിയിൽ ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമായി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടന മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ ബോധത്തിൽ പങ്കുവരാക്കണമെന്ന് മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരതരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ വിശുദ്ധ പിതാവ് മാർലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആഫ്രിക്കന്റെ പിതാവിനെയും രൂപതാധ്യക്ഷനും പിതാവുമായ പിയർ ബാറ്റിസ്റ്റ പാത്രികസിനെയും മറ്റേ കാവൽക്കാരന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ കൃപാവരങ്ങളിൽ നടക്കണം, അങ്ങയുടെ അങ്ങയുടെ കൃപയും തെരഞ്ഞെടുത്ത അങ്ങയുടെ അകരണമായ വിധം മുഴുവന്റെയും കടങ്ങളുടെ വൃത്തിയും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധരുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നീതിമാന്മാരുടെയും അവരുടെ രക്തസാക്ഷികളുടെയും ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിരസുഗ്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ അറിയുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ കഴിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്നേഹിക്കുകയും ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരൻ, ഈ കുർബാന ഞങ്ങളുടെ കടങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി Somebody,
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടർന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകഹൃദയോടും ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ തീരാനുഭവത്തിന്റെ ഓർമ്മ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക നിയമങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും സമാധാനം നമ്മോടുകൂടെ. എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധ
രക്ഷകനായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹായി എഴുന്നള്ളി വന്ന് നിന്റെ സ്നേഹിതരുടെയൊക്കെ വാരിയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിയും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയും ഇതിനെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലും നവമായ ജീവിതത്തിലും കാരണമായിട്ട് കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഗണഭംഗിയും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രക്ഷത്തിന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശബ്ദത്തോടെ അപരാധങ്ങളെ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ നിർദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ഈ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരം ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ.
ഞങ്ങളുടെ വചനങ്ങളെ നിങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അന്തങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആവേശത്തിനായ സർവ്വേശ്വരാനന്ദവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും മരത്തിൽ നിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ വിശുദ്ധ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. നയിക്കുന്നവരെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സഹോദരരെ, വിശുദ്ധായ ശരീരങ്ങൾ സ്വീകരിച്ച് മരിച്ചവരെ ഉയർന്ന് നമുക്ക് പ്രഘോഷിക്കാം.
തന്നെ ഇന്ന് നമുക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ജോർജ് അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അച്ഛൻ കപ്പുച്ചി കർമാംഗമാണ്, കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കോട്ടയം കോട്ടയത്താണ് അച്ഛൻ്റെ വീട്. അച്ഛൻ കുറച്ച് വർഷങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അച്ഛൻ കപ്പുച്ചൻ ആശ്രമത്തിൻ്റെ കൂടെ താഴെ അവിടുത്തെ ആശ്രമത്തിൽ അച്ഛൻ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നിരക്കിലുമാണ്. അതിനെ അടയ്ക്കൊക്കെ നമുക്ക് കുർബാനയ്ക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. അച്ഛന് മുഖ്യമായിട്ട് നല്ല മനോഹരമായ സന്ദേശം നൽകിയതിന് മുഖ്യമായിട്ട് ജോർജ് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഫിലിപ്പ് അച്ഛൻ നമ്മളുണ്ട്. ഫിലിപ്പ് മെക്സിക്കോക്കാരനാണ്, മെക്സിക്കോക്കാരൻ. അച്ഛൻ ഇവിടെ റെഗുലേഷനിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രമത്തിൽ തന്നെയാണ് അച്ഛൻ പഠിക്കുന്നത്. അച്ഛൻ മെക്സിക്കോ രൂപതാരനാണ്. അച്ഛനെയും ഏറെ നന്ദിയോടുകൂടെ താങ്ക് യു കഴിയും. അതോടൊപ്പം തന്നെ പരിചയമില്ലാത്ത കൂടെ നിങ്ങളുടെ കൂടെ ഇപ്പോൾ കശ്മീർക്കാരൻ അച്ഛനല്ല, വേമനാണ്. പക്ഷേ പുള്ളി ഇറ്റലിയിലെ വലിയ ഹോസ്പിറ്റലിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ തലവനായിട്ട് ജോലി ചെയ്ത് വലിയ ഡോക്ടർ, ഫേമസ് ഡോക്ടറാണ്. അപ്പം ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തലകറങ്ങി വേണം പറയാൻ പുള്ളിയോട് ഒന്ന് നോക്കാൻ ഡീറ്റെയിൽ നോക്കാനായിട്ട് പറയാൻ പറ്റും. അപ്പോൾ പുള്ളി നമ്മുടെ കൂടെ സന്തോഷത്തോടുകൂടെ ഏൽപ്പിക്കാനായിട്ടുണ്ട്. ജോൺ പൗളോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ജോൺ പൗളോ. ഇന്ന് സൈലാമരിച്ചവരുടെ തിരുനാൾ നമ്മൾ സന്തോഷിക്കുന്നു. ഈ മാസം മുഴുവൻ, നമ്മുടെ മാസം നമുക്കറിയാം, മുഴുവൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തിരുത്തവ മാറ്റിവെക്കപ്പെട്ട മാസമാണ്. നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കൃത്യമായിട്ട് ഓഫീസർ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തീർത്ഥാടനത്തെ പറ്റി പറഞ്ഞിരുന്നു. നമുക്ക് എല്ലാ വർഷം നടത്തുന്ന പദയാത്ര നമുക്ക് ഈ വർഷമില്ല. മറിച്ച് ഡിസംബർ 13-ാം തീയതി നമ്മൾ നേരിട്ട് ബദലഗത്തിലേക്ക് പോയി അവിടെ ബലിയർപ്പിക്കുന്നു. നമ്മൾ ദർശനക്കാർ മാത്രമല്ല മറ്റേ പള്ളികളിൽ നിന്നും രൂപതയുടെ നേതൃത്വത്തിലാണ് നമുക്ക് അവിടെ മലയാള കുർബാന ബദലഗമിൽ അർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പരിചയമില്ലാത്തവർക്ക് അവരുടെ സമയങ്ങളൊക്കെ പരിചയപ്പെടാൻ ആട്ടന്മാരുടെ ഗുഹയും അവിടെ മറ്റൊരാൾക്ക് വാർത്ത ലഭിച്ച സ്ഥലവും മിൽക്ക് ഗ്രോട്ടോയും ബദലഗമിലെ ഈശ ജനിച്ച സ്ഥലവും പള്ളിയും ഒക്കെ സന്ദർശിക്കാനും ഒക്കെ ഉള്ള അവസരം കൂടി നമുക്കറിയാം. ഡിസംബർ 22 പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസംബർ 11-ാം തീയതി മാറ്റിവെക്കണം കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം ഒരു കുമ്പസാരം കൂടെ ഉള്ളൂ. ഞാനിവിടെ കടന്ന് ഇങ്ങനെ ഭരതനാട്യം കുറിച്ച് പിടിക്കുന്ന കളിയുടെ കാര്യമില്ല. നിങ്ങൾക്കറിയാം അസംഗതിയിലെ 2-3 അച്ഛന്മാരെ കുമ്പസാരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അവിടെ തിരക്കാണെങ്കിൽ 2 മണിയാകുമ്പോൾ നിങ്ങൾ എത്ര വീട്ടിൽ പോലും ഉറപ്പാണ് 2 മണിക്ക് ഉറപ്പാനിക്കുന്നത്. അതിന് യാതൊരു രാഷ്ട്രീയമില്ല. അയ്യോ ഞങ്ങൾ ഇന്ന് വന്നതാണ്, സംസാരിക്കാൻ വന്നതാണ്, ഇനി ഞങ്ങൾ 2 മാസം കഴിഞ്ഞേ വരുള്ളൂ ഒന്നും പറഞ്ഞ കാര്യം. അച്ഛന്മാരുടെ സംസാരിക്കാൻ പുറകിലൂടെ ഉണ്ടാവും ഫ്രീ ആയിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി പേര് സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മായിയമ്മയുടെ അമ്മായിക്കൊക്കെ ഒന്നും പാപങ്ങൾ പറയേണ്ട. അവരത് അവരെ പറഞ്ഞോളും. ഡോണ്ട് വറി, മനസ്സിലായി. നിങ്ങളുടെ പാപമാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലിംഗ് വേണ്ടവര് മസാജ് സമയത്ത് കൗൺസിലിംഗ് നടത്താതിരിക്കുന്നത്. കാരണം ഒത്തിരി പേര് നിലവിൽ കൊണ്ടല്ല ഇവിടെ കയറി പോയിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് ആയല്ലോ, ഇറങ്ങുന്നില്ലല്ലോ. അപ്പം കൗൺസിലിംഗ് സ്വാഗതമാണ്, കുഴപ്പമില്ല. പക്ഷെ കുമ്പസാരമായിട്ട് കൗൺസിലിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം എടുക്കാം. കൗൺസിലിംഗ് ഒരു പ്രശ്നമില്ല. പക്ഷെ കുമ്പസാര സമയത്തായിരിക്കും അത് ഒരു ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ട്. നിങ്ങൾക്ക് ഏത് അച്ഛനെയാണ് ഇഷ്ടം ആ അച്ഛനെ നമ്പർ മേടിച്ചിട്ട് നിങ്ങൾ കൗൺസിലിംഗിന് പോകുന്നു. പക്ഷെ കുമ്പസാരത്തിന്റെ സമയത്ത് പിന്നെ ഇങ്ങനെ ഇരുന്ന് അവിടെ കുമ്പസാരത്തിന്റെ ലൈനിൽ ഇരുന്നതിക്ക് പിന്നെ ഈ കയറി പോയപ്പോൾ ചെറിയ പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ കൊണ്ട് പറയണം. അതുകൊണ്ട് സംസ്ഥാനത്തിലെ പാപം മാത്രം പറയുക. നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഒത്തിരി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് കൗൺസിലിംഗിന് പറയുന്നതാണ് നല്ലത്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും കാര്യങ്ങൾ വിചാരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ ഷീബ ജയേഷിന്റെ അച്ഛൻ ഇന്നലെ മരണപ്പെട്ടു. വയനാട്ടിലെ മാനന്തവാടി രൂപത എറണാകുളം ഇടവകയാണ്. അവിടുത്തെ സമയം 3 മണിക്ക് അടക്കം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 3 മണിക്കാണ് അടക്കം സംസ്കാര ശുശ്രൂഷ 3 മണിക്കാണ്.
പ്രത്യേകമായിട്ടും ക്ഷേമാദേശങ്ങളുടെ പേരുള്ള അനുശോചനം അറിയിക്കുകയാണ്. നമുക്ക് തുടർന്നും അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പച്ചൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുവാനായിട്ട് ക്ഷേമാദേശത്തിന് അനുശോചനം കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു. ക്ഷേമാദേശ് പോയിട്ടില്ല എന്ന് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പോയിട്ട് വന്നത്. പ്രത്യേകമായിട്ടും പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ കൂടുതൽ വേദനയുണ്ടാകും. തീർച്ചയായിട്ടും ക്ഷേമാദേശിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേർന്നു. ക്ഷേമാദേശിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരികെ കൊണ്ടുവരാൻ നമ്മൾ കഴിഞ്ഞ വർഷം തിരികെ കൊടുത്തിക്കൊണ്ടാണ് ഓഫീസിൽ ചെയ്തത്. അപ്പം കഴിഞ്ഞ വർഷം പറയാൻ വിട്ടു. ചിലരോട് വോയിസ് മെസ്സേജ് ഇട്ടിട്ടാണ് രണ്ടുപേർ കേട്ടവർ തിരികൊണ്ടുവന്നിട്ടുണ്ടാകും. നമുക്കത് ഈ സമാധാന സമയത്ത് നമ്മുടെ ശുശ്രൂഷ കത്തിച്ചു തരും. ഡെയിലി നമ്മുടെ ഉരുക്കി വീഴിക്കരുത്. ഞാൻ പേപ്പറും കൂടി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പേപ്പർ ഇവിടെ കൊടുക്കാൻ അടിയിൽ ഈ ഉരുക്കി വീഴിക്കാതിരിക്കാൻ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുർബാനയ്ക്ക് ശേഷം ഇസ്രായേൽ മലയാളി അസോസിയേഷൻ ജെറുസലേം സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ആദ്യ ടിക്കറ്റുകൾ കുർബാനയ്ക്ക് ചേർന്ന ആത്മാതിരിക്കാൻ പ്രാവശ്യം നമ്മൾ ഉദ്ഘാടനം റിലീസ് ചെയ്തതുപോലെ എല്ലാവരെയും ആ ഒരു ചടങ്ങിലേക്ക് സാന്നിധ്യം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും സാന്നിധ്യം പ്രതീക്ഷിക്കുകയും ചെയ്യും. നമുക്ക് കുർബാനയ്ക്ക് ശേഷം ഓഫീസിൽ ഇതിൻ്റെ ആശീർവാദം ഒരു കാര്യങ്ങളാണ് അച്ഛൻ നമുക്ക് വരുന്ന 16-ാം തീയതി എല്ലാവർക്കും കേൾക്കാറുണ്ടല്ലേ? 16-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 16-ാം തീയതി നമ്മുടെ വികാരി ജെറുസലേം കമ്മ്യൂണിറ്റിയുടെ വികാരിയായ ബാബുസിൻ്റെയും അതുപോലെ തന്നെ ജോസച്ചൻ ഡോക്ടറായ ജോസച്ചൻ്റെയും വാർഷികം, അതായത് ജൂബിലിയാണ്. 25-ാം ജൂബിലിയാണ് ബാബുസിൻ്റെത്. ജോസച്ചിൻ്റെ 50-ാം ജൂബിലിയാണ്. അപ്പം അത് നമുക്ക് വെറുതെ കുർബാന ചൊല്ലി ഒരു ചെറിയ സമ്മാനം കൊടുത്ത് പിരിയാവുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിലേക്ക് ഈ ദിവസം തന്നെ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുകയാണ്. അത് നമുക്കൊരു സ്നേഹവിരുന്ന് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നമുക്കൊന്ന് ചേർന്ന് ഒരു സ്നേഹവിരുന്ന് ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം? നമുക്കിവിടെ സ്നേഹവിരുന്ന് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഒക്കേഷനായിട്ട് കണ്ടുകൊണ്ട് പല രീതിയിൽ നമുക്കിത് ആഘോഷിക്കാം. അപ്പം അതിലേക്ക് ഒരു ചെറിയ കമ്മിറ്റി, ഒരു 8 പേര് നമ്മുടെ സംഗീതത്തിൽ സഹായിക്കുന്ന ശ്രീമതിയും ചേച്ചിയും ബാക്കിയുള്ളവരും ഉണ്ടാവും. ഒരു കൂടാതെ പള്ളിക്കാര്യങ്ങൾ നോക്കാനുള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കമ്മിറ്റി, നിങ്ങൾ തന്നെ ഒന്ന് കൈകൊണ്ടു കഴിഞ്ഞാൽ ഒരു 8 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി നമുക്കെടുത്ത് കുർബാന കഴിയുമ്പോൾ അവരോട് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. ഒരു 8 പേര് കൈകൊണ്ടു കഴിഞ്ഞാൽ വോളണ്ടിയേഴ്സായിട്ട് വലിയ പണിയൊന്നുമില്ല. കുർബാനയുടെ കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 8 പേര് സന്തോഷത്തോടെ 8 പേര് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും. 8 പേര് ഒന്ന് കൈകൊണ്ടില്ലേ? സംഘത്തിലുള്ളവർ സഹായിക്കും. അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 8 പേര്. അല്ലെങ്കിൽ ഓക്കെ. അപ്പം നിങ്ങൾ എത്ര പേരായിരുന്നു? 2, 3, 4, 5. ഓക്കെ ഓക്കെ. അപ്പോൾ അവർ കൈകൊണ്ടിയവർ കുർബാന കഴിയുമ്പോഴേ ഒന്ന് നമ്മൾ സംഘത്തിൽ വലിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു നിങ്ങൾക്കറിയാമോ, നമ്മൾ ഉച്ചയൂണിന് എത്ര രൂപയാകും? നമ്മൾ 70-80 ശതമാനം ഒരാൾക്കാകുന്ന രീതിയിൽ വരും. അപ്പം അത് അടുത്ത ഞായറാഴ്ച, ഒരു ഞായറാഴ്ച കൂടി നമുക്കുള്ളൂ. അടുത്ത ഞായറാഴ്ച നിങ്ങൾ കൊണ്ടുവരിക. കവർ ഇട്ടുകൊണ്ട് നിങ്ങളുടെ പേരെഴുതി കവർ ഇട്ടുകൊണ്ട് തരിക. അങ്ങനെ കവർ ചിലപ്പോൾ ഇന്ന് ഇല്ലാത്തവരും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കായിട്ടുള്ള കവർ നമ്മൾ കരുതുന്നുണ്ട്. കേട്ടില്ല? ക്ലിയർ? മൈക്കിൻ്റെ ആണോ? അതായത് അച്ഛൻ പറയുന്നത്
നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട് ഇതിന്. ഈ എക്സ്പെൻസ് വരുന്നത് നമുക്കത് മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ അടുത്ത ആഴ്ച എല്ലാവരും കവർ വെച്ചിരിക്കാം. അപ്പൊ എല്ലാവരും നിങ്ങൾ പേരെഴുതി അതിനൊരു നല്ല സംഭാവന, നിങ്ങളുടെ സംഭാവന കൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. നന്നായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആണോ? കേട്ടില്ലേ? അയ്യോ, ഹലോ, കേൾക്കാമോ? ഓക്കെ. അതായത് നമുക്ക് നല്ലൊരു എക്സ്പെൻസ് ആവശ്യമുണ്ട്, എക്സ്പെൻസ് ഉണ്ട് ഇതിന്. അപ്പം നിങ്ങൾക്ക് കേൾക്കാമോ? ആഘോഷിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂടെ വേണം ഇത് നമ്മളൊന്ന് ആഘോഷിക്കാൻ വേണ്ടി, നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പറ്റുന്നത് പോലെ നിങ്ങൾ നോക്കുന്നത് കറി എത്ര കൊടുക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് ഒരു കവർ ഞങ്ങൾ അടുത്ത ആഴ്ച അറേഞ്ച് ചെയ്യും. ഇപ്പൊ എല്ലാവരും ഇതിനകത്ത് നന്നായിട്ടൊന്ന് സഹകരിക്കണം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ടുള്ള എത്ര നമുക്ക് കിട്ടിയ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ടുള്ള നമ്മുടെ സെലിബ്രേഷൻ നമുക്ക് തീരുമാനിക്കാം. ഇപ്പം എല്ലാവരുടെയും സഹകരണം ഇപ്പം നിങ്ങൾ ഇത് വരാത്തവരെ നിങ്ങൾ ഇത് അറിയിക്കണം. അവരെ കൊണ്ടും മാക്സിമം ഇതിലേക്ക് ഇതിലേക്ക് വേണം. അതായത് ഞായറാഴ്ച കുർബാനയ്ക്കും അതോടൊപ്പം തന്നെ ഈ സ്നേഹത്തിലേക്കുള്ള നിങ്ങളുടെ സഹകരണം കൂടെ അവരോട് കൂടെ പറയണം. ഇന്ന് വരാത്തവരെ കൂടെ പറഞ്ഞ് നിങ്ങൾ അവരോട് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. തീർച്ചയായിട്ടും അടുത്ത ഞായറാഴ്ച കിട്ടുന്ന അനുസരിച്ചായിരിക്കും മുൻപോട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും ക്ലിയർ ആയാലോ? ഓക്കെ, സമയത്തിന് അതിക്രമിച്ചു തോന്നുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കൃത കിട്ടിയല്ലോ. ഓക്കെ, കൈമുക്കിയവര് കുർബാന കഴിയുമ്പോൾ സാക്രിസ്റ്റിലേക്ക് വന്ന് ചെറിയ മീറ്റിംഗ് സമാപനമായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. സമീപിച്ച് ഇവയിൽ പങ്കെടുക്കാൻ യോഗ്യതയോടെ നമുക്ക് ഇവിടെ സമർപ്പിക്കാം. സമാധാനത്തോടുകൂടെ നിങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളോട് കാണിച്ച ബഹുമാനവും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കണം. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ അമർത്തിന്റെ ഔഷധമായ കുർബാന വഴി ഞങ്ങളുടെ കടകളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ കാലത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. പരിശോധന Amen.
ചേർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസരെയും പരിശുദ്ധന്മാർ മരുളീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിളയിടുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങളുയർത്തിടുവാൻ കരുണയുടെ വരെ കനിയണമേ. അർപ്പിച്ചവരാമഹിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. മരിച്ചവരെ ഉപയോഗിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ തന്നെ ആശ്രയിക്കുകയും ചെയ്തു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തു വലംഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ കുറിക്കുകയും നിന്റെ ദയാലുത്വം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ
തിരുസന്നിധിയിൽ കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തതുമായ നിത്യ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലെ തന്നെ
പുത്രനായ ഈശോ